بسم الله الرحمن الرحيم. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. الحمد لله نتوكل عليه. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت على سيدنا كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فيا أيها العباد أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. صدق الله مولانا العظيم. وقال رسول الله صلى الله عليه وسلم إنه سيخرج من ظل هذا قوم يقرؤون القرآن لا يجاوز حناجرهم يمرقون من الدين كما يمرق السهم من الرمية أو كما قال رسول الله صلى الله عليه وسلم. ഈ പരിപാടി നിയന്ത്രിക്കുന്ന ആദരണീയരായ ഞങ്ങളുടെ ആത്മീയ സ്രോതസ് തങ്ങളവറുകളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ അഭിവന്യ നേതാവ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി മൗലാന അവർകളെ, അഭിവന്യ നേതാവും വഴികാട്ടിയുമായ മൗലാന സമദ് മൗലവി, ആത്മാ സഹോദരങ്ങളും മിത്രങ്ങളും ജ്യേഷ്ഠ സഹോദരന്മാരുമായ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാർ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ആദരണീയരായ സയ്യിദുമാർ, മുഅല്ലിംകൾ, മുതഅല്ലിംകൾ, സാധാരണക്കാരായ സുഹൃത്തുക്കൾ, ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ട എല്ലാവിധ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ ആദ്യം മുതൽ ഇതുവരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഉസ്മാൻ ഹാജി, മറ്റെല്ലാ നിലയിലും ഈ പരിപാടിയെ സഹായിക്കുകയും ഇതോട് സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, വഹാബിസം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ നേർക്കുനേർ പരിപാടി. 2006 പെരിന്തൽമണ്ണയിൽ വെച്ച് ഈ പരിപാടി നടക്കുമ്പോൾ അരനൂറ്റാണ്ടിന് മുൻപ് വഹാബിസത്തെക്കുറിച്ച് കേരളത്തിന് പരിചയപ്പെടുത്തുകയും വഹാബിസത്തിൻ്റെ വക്താക്കൾ ആരാണ് എന്ന് കേരളത്തിലെ ബഹുജനങ്ങളെ ധരിപ്പിക്കുകയും അതിനെതിരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ സത്യസരണയിൽ നിലയുറക്കുവാൻ കേരള മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഏറ്റവും പ്രസിദ്ധമായ പണ്ഡിത തീരുമാനം
പ്രഖ്യാപിക്കപ്പെട്ട നാടാണ് ഈ പെരിന്തൽമണ്ണ. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 1953 അന്ന് കേരളത്തിലെ ഉലമാ നിരയിലുള്ള ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരുടെ ഉസ്താദുമാർ, സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളിലെയും നേതാക്കന്മാരുടെയും ഒക്കെ ഗുരുവര്യന്മാർ, ശംസുൽ ഉലമാ വദ്ദീൻ ശൈഖു മശായിഖിന ഖുതുബി നവറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട മൗലാന അൽ മർഹൂം പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ 8 ഉലമാക്കൾ, അതിലൊരു മഹാനായിരുന്നു നമ്മുടെ അഭിവന്ദരായ ഷെയ്ഖും മുർഷിദുമായ നമ്മുടെ ആശയ സ്രോതസ് താജുൽ ഉലമ ഷെയ്ഖുൽ മർഹൂം വണ്ടൂരിൽ വഫാത്തായ മഹാൻ. അത്തരം മഹാത്മാക്കളെയും പണ്ഡിതന്മാരെയും എല്ലാം കൂട്ടിച്ചേർത്ത് 8 ഉലമാക്കൾ, അഷ്ട ഉലമാ ശിരോമണി കോൺഫറൻസ് എന്നാണ് ആ കോൺഫറൻസിനെ സംബന്ധിച്ച് അന്നത്തെ മനോരമ രേഖപ്പെടുത്തിയ തലക്കെട്ട്. ആ അഷ്ട ഉലമാക്കൾ ചേർന്ന ആ കോൺഫറൻസിലാണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ അറിയപ്പെടുന്ന 2 വിഭാഗവും ബിദ്അത്തിന്റെ സംഘങ്ങളാണെന്നും മുബ്തദിഉകളാണെന്നും അവരുടെ ഗന്ധങ്ങളും അവരുടെ പ്രഭാഷണങ്ങളും പരിപാടികളുമെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ തെര്യപ്പെടുത്തുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരോട് മുബ്തദിഉകളുമായി പെരുമാറേണ്ട വിധത്തിൽ കേരള മുസ്ലിംകൾ പെരുമാറേണ്ടതാകുന്നു എന്ന് പ്രത്യേകമായി ഈ ആശയത്തിൽ ഒരു തീരുമാനമെടുത്ത് മുബ്തദിഉകളുമായി പെരുമാറേണ്ട ചുരുക്ക വിവരങ്ങൾ എന്ന പേരിൽ അത്തരം കാര്യങ്ങൾ വരെ രേഖപ്പെടുത്തിക്കൊണ്ട് കേരള മുസ്ലിങ്ങൾക്ക് പ്രഥമമായി മുജാഹിദുകളെ സംബന്ധിച്ച്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് വിവരം നൽകിയ, താക്കീത് നൽകിയ, ആഹ്വാനം ചെയ്ത ആദ്യത്തെ തീരുമാനമുണ്ടായ പ്രദേശത്ത് അരനൂറ്റാണ്ടിനു ശേഷം 2006 ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മനസ്സകം നിറയെ ഓർമ്മകൾ തിങ്ങി നിറയുകയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് വഹാബിസം എന്ന വിഷയം അറിയില്ലത്രേ. ഈ നേർക്കുനേർ പരിപാടിയിൽ വിഷയം വഹാബിസം എന്ന് കൊടുത്തപ്പോൾ പോസ്റ്ററുകളിലും മാസികകളിലുമൊക്കെ ഇത് കണ്ട അനേകം പേർ ചെറുപ്പക്കാർ പറയുന്നത്, എന്താണത്, ആർക്കും ഇത് അറിഞ്ഞുകൂടാ, ഒരു 25 വയസ്സായ കുട്ടികൾക്കൊന്നും വഹാബിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂല എന്ന പരാതിയാണ്. സത്യമാണത്. സത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം തന്നെയാണത്. ഉദ്ഘാടന പ്രസംഗത്തിൽ മൗലാന അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഊന്നി പറയുകയുണ്ടായി. വഹാബിസം എന്ന് പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇത്തരം ഒരു ഇസം വന്നപ്പോൾ നൽകിയിട്ടുള്ള പേരാണ്. നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം, സോഷ്യലിസം, കമ്മ്യൂണലിസം, ക്യാപിറ്റലിസം ഇതൊക്കെ അവർക്കറിയാം. ഫാസിസം സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഇസങ്ങൾ അവർക്കറിയാം. പക്ഷേ ഈ ഇസങ്ങളുടെ ഒന്നും കൂട്ടത്തിൽ വഹാബിസം എവിടെയും പരിചയപ്പെടുത്തുന്നില്ല. പൊതുവിദ്യാഭ്യാസമല്ലേ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള അവലംബം. പൊതുവിദ്യാഭ്യാസത്തിലെ ചരിത്രത്തിലോ സാമൂഹ്യ ശാസ്ത്രത്തിലോ സാമ്പത്തിക ശാസ്ത്രത്തിലോ ഇങ്ങനെ ഒരു ഇസം പരിചയപ്പെടുത്തുന്നില്ല. മതവിഷയങ്ങളിൽ അവലംബിക്കുന്നത് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ മാസികകളും മറ്റുമൊക്കെയല്ലേ. വഹാബിസം, വഹാബി എന്നീ പേരുകൾ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് പോലും തീർത്തും അന്തർധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത്തരമൊരു പേരേ എവിടെയും കേൾക്കുന്നില്ല. പിന്നെ ഒരു 25 വയസ്സായ 30 വയസ്സായ ചെറുപ്പക്കാർക്ക് വഹാബിസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നതിന് കാരണം അന്വേഷിക്കേണ്ടതില്ല. നമ്മുടെ പൂർവീകന്മാരായ ഉലമാക്കൾ വഹാബിസം എന്ന ഒരു ഇസം വന്നപ്പോൾ അവർ തിരിച്ചറിയാൻ വേണ്ടി നൽകിയ നാമം പുതിയ തലമുറ തീർത്തും കൈയൊഴിച്ചു കളഞ്ഞു. ഇങ്ങനെ കൈയൊഴിച്ച് കളഞ്ഞതിൻ്റെ പേരിൽ പല അപകടങ്ങളും സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് പല കാലങ്ങളിൽ. അത്തരം ഒരു അപകടം മാത്രമാണ് വഹാബിസം എന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് അറിയാതെ പോയത്. നമ്മുടെ ചെറുപ്പക്കാർ അറിയുന്ന പേരെന്താണ്? മുജാഹിദുകൾ, അത് തിരിയും. ജമാഅത്തുകാർ, അതും തിരിയും. എന്നാൽ നമ്മുടെ ചെറുപ്പക്കാരും ഈ പേര് പരിചയപ്പെടുത്തുന്നതും ഓർക്കാറുണ്ടോ എന്നാണ്
മുജാഹിദ് രൂപം കൊണ്ടത്, ആ പേര് ജന്മം കൊണ്ടത്?